ഞാനും ലാലും അത് പറയാറുണ്ട്. ഈ ശ്രീധർ തിയേറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സിനിമാ സംവിധായകരാവില്ലായിരുന്നു. കാരണം അത്രമാത്രം സിനിമ കണ്ടിട്ടുണ്ട് ശ്രീധർ തിയേറ്ററിൽ. ആ ശ്രീധർ തിയേറ്ററിൻ്റെ ഓണർ ഷണായി സാറിനോടും അദ്ദേഹത്തിൻ്റെ കസിൻ രാജു ഷണായിയോടും ഒക്കെ നമുക്കുള്ളൊരു നന്ദി ഞാൻ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. വലിയ ഷണായി നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ സിനിമ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. എങ്കിലൊരു വലിയ മനുഷ്യനായിരുന്നു, കലാഹൃദയമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ കവിതാ തിയേറ്റർ, കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തിയേറ്റർ ആയിരുന്നു കവിതാ തിയേറ്റർ. ലെഗ് സ്പേസും അതിൻ്റെ അകത്ത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഫീലാണ് കവിത. ഒരു പ്രത്യേക ഒരു ഫ്ലേവറും സ്മെല്ലും പിന്നെ അതിൻ്റെ ഒരു മ്യൂസിക്കും. അതുപോലെ ഷെഡായ്സ് തിയേറ്റർ, വിസ്റ്റാരമ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വിസ്റ്റാരമ തിയേറ്റർ. അങ്ങനെ എന്തുകൊണ്ടും സിനിമയുടെ ഒരു സമ്പന്ന കാലഘട്ടമായിരുന്നു എറണാകുളത്തിൻ്റെ ഞങ്ങളുടെ യുവകാലഘട്ടം. എറണാകുളം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഫെസിലിറ്റീസ്, ശ്രീധർ തിയേറ്റർ, കവിതാ തിയേറ്റർ, അതുപോലെ തന്നെ ഈ ഷെണായ്സ് തിയേറ്റർ, പിന്നെ മേനക തിയേറ്ററുണ്ട്, പത്മ തിയേറ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തരം ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ശ്രീധറിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ശ്രീധർ തിയേറ്ററിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സിനിമ മാറും.